മുന്നേ പോയിക്കോ. എന്നാൽ ഇനിയൊരു കഥ പുര ചെയ്യാം എന്നുടെ ഗുരുവരനരുളിയ പോലെ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. അന്നൊരു ദിവസം പാതിര നേരം അച്ചു പറഞ്ഞതു കേട്ടതു നിങ്ങൾ. ആപ്പിളയപ്പടി കോപ്പിയടിച്ചതിനാല് ജയിപ്പൂ ഇക്കുറിവിടം. പണിയാളുകളുടെ പേരതു ചൊല്ലി പലവിധ മസറവയലു പറഞ്ഞ് രാവും പകലും പണി ചെയ്യോരുടെ വേപ്പ് കുടിച്ചു കൊഴുത്തൊരു ബാക്കി. പുന്നപ്രയുടെ വേലാറിന്റെ കയ്യൂരിന്റെ കഥകൾ ചൊല്ലി കലഹം കൂട്ടി കവിതകൾ പാടി കലവില കൂട്ടി വളർന്നൊരു ബാക്കി. ജാതിക്കെതിരെ പൊരുതിയിട്ടൊടുവിൽ ജാതിപ്പൂലണിയും ചിലരുടെ കൽപ്പന വഴിയിൽ പാട്ടി നയിച്ച് ജനഹൃദയം വിട്ടൊഴിയും ബാക്കി. മന്ദിരും മസ്ജിദുമില്ലതു ചൊല്ലി മന്ദിരമുകളിൽ ഒളിച്ചൊരു നാട്. മാപ്പിള സ്നേഹം ഉള്ളിലുറങ്ങെ മുതലക്കണ്ണീരൊഴുകും ബാക്കി. മാപ്പിള സ്നേഹം ഉള്ളിലുറങ്ങെ മുതലക്കണ്ണീരൊഴുകും ബാക്കി. അതിരുകളില്ലാ സ്വപ്നം കണ്ടവർ തലമുറയിട്ട് നടന്നിട്ടൊടുവിൽ അടിയാളുകളുടെ നിണഭൂമികളിൽ ഭരണം ചെയ്യാൻ നോക്കും പാട്ടി. അടിയാളുകളുടെ നിണഭൂമികളിൽ ഭരണം കൊയ്യുവാൻ നോക്കും പാട്ടി. മലബാറിന്റെ ചരിത്രത്താളുകൾ അറിയാകടവും കാട്ടിവരണ്ട. മലബാറിന്റെ ചരിത്രത്താളുകൾ അറിയാകടവും കാട്ടിവരണ്ട. മലബാറിന്റെ ചരിത്രത്താളുകൾ അറിയാകടവും കാട്ടിവരണ്ട. മലബാറിന്റെ ചരിത്രത്താളുകൾ അറിയാകടവും കാട്ടിവരണ്ട. മാപ്പിള മക്കളെ ഉള്ളിലെ വീര്യം മാർക്സിസമേലാൾക്കറിയുകയില്ല. മാപ്പിള മക്കളുടെ ഉള്ളിലെ വീര്യം മാർക്സിസമേലാൾക്കറിയുകയില്ല. ആരടാ അത്? ഏത് പോങ്ങനാടാ തുള്ളിക്കളിക്കണത്? കളിച്ച് അച്ചുവിന്റെ നെഞ്ചത്ത് കയറിയിട്ട് അവന്റെ ഒക്കെ തുള്ളിക്കളി. അച്ചുവിനോട് കളിച്ച കളി പഠിപ്പിക്കും. എന്താ അച്ചുമാമ പ്രശ്നം? തീ കൊണ്ട് തലചൊറിയാണ് പോങ്ങൻ. ആര്? ഏതോ ഒരു തുള്ളൽക്കാരൻ. എടോ അച്ചുവിന് ഇതൊന്നും പുത്തരിയല്ല. താൻ കേട്ടിട്ടില്ലേ? ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെയും തുള്ളിയ ചട്ടിയോളം. അല്ല, ഇതെന്താ ഒരു കൊടക്കായിട്ട്? ഇത് മഴക്കാലമൊന്നുമല്ലല്ലോ. മഴക്കാലമല്ല എടോ, ചൈനയിൽ മഴ പെയ്ത കേരളത്തിൽ കൊട പിടിക്കുന്നവനാ അച്ചു. തനിക്കറിയോ, പാർലമെന്റ് ഇലക്ഷനാ വരുന്നത്. നല്ല കാറ്റിനും കോളിനുമുള്ള ചാൻസ് ഉണ്ട്. അതാണ് പൊളിറ്റിക്കൽ ക്ലൈമാറ്റ്. നിങ്ങൾ കൊടയം പിടിച്ച് വിടുന്നോളി. കേരളവും പോയി, ബംഗാളും പോയി. ഇനിയിപ്പോ ത്രിപുര പോകാനുള്ള ചാൻസും ഉണ്ട്. പോണേൽ പോകട്ടേടാ. അച്ചുവിനത് പുല്ല. തോൽവിയും ജയവും ഒക്കെ ആഗോള പ്രതിഭാസ. എടോ, എലക്ഷൻ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് പോലെയാണ്. ഒരു ടീം UDF,
മറ്റൊരു ടീം LDF. ഇരുവശത്തെയും വോട്ടർമാരാണ് കാണികൾ. കളിക്കാരെ നിശ്ചയിക്കുന്നത് പാർട്ടികളാണ്. പൗരന്മാർ ചുമ്മാ നിന്ന് കളി കാണുന്നു, കമന്റ് അടിക്കുന്നു, ചിലരുടെ കളിയിൽ അതൃപ്തരാകുന്നു. കളി കഴിഞ്ഞാൽ എല്ലാം മറക്കുന്നു. ഏതാണ് ഇന്നത്തെ ജനാധിപത്യം? അല്ല, ഇത് ജനാധിപത്യമല്ല. ജനാധിപത്യം ഫുട്ബോൾ കളിയല്ല. ഈ മത്സരത്തില് സത്യത്തിൽ ഒരു ടീമും തോൽക്കുന്നില്ല. എന്നും ഇവിടെ തോൽക്കുന്നത് കാണികളാണ്, ഞമ്മളാണ്. നാട്ടാരെ, ഞമ്മക്കാണ് ഒക്കെ നഷ്ടാവണത്. നമ്മുടെ വിഭവങ്ങളൊക്കെ കൊള്ള ചെയ്യാണ്. പരിസ്ഥിതി തകർക്കപ്പെടുകയാണ്. അസമത്വം കൂടുകയാണ്. സംഘർഷം കൂടുകയാണ്. അരക്ഷിതാവസ്ഥ വളരെയാണ്. വരുന്ന തലമുറകൾക്ക് കൂടുതൽ പാപ്പരാക്കപ്പെട്ട ഭൂമിയാണ് കിട്ടണത്. കളത്തിലിറങ്ങി കളിക്കാൻ തയ്യാറാവാതെ വെറുതെ കാണികളായി നിന്ന ഞമ്മക്ക് വരും തലമുറ മാപ്പ് തരില്ല. വരും തലമുറ ഞമ്മക്ക് മാപ്പ് തരില്ല കൂട്ടരെ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ആളുകള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. പാലക്കാട് പ്ലീനം നടന്നപ്പോൾ പലരും എന്നെ പ്ലീനമാക്കാൻ നോക്കി. പക്ഷേ അതുകൊണ്ടൊന്നും ഞാനങ്ങ് തകരില്ല. കാരണം ഞാൻ തീയിൽ മുളച്ചതാ. വെയിലത്ത് വാടില്ല. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ മുക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. മോത്ത് കണ്ണില്ലേ കളവാ? കണ്ണ് പിന്നെ ചന്തി മേലാണോടാ എട്ടുകാലി? കണ്ട് കൂടെ നമ്മുടെ നെഞ്ചത്താ കുത്തിക്കൊണ്ടത്. അതെന്റെ കുറ്റമല്ല, കുറ്റക്കാരൻ എന്റെ കുടയാണ്. എന്തനാവശ്യ എട്ടുകാലി നീ കാണിച്ചത്? കുറ്റം നമ്മളേതല്ല, കുറ്റക്കാരൻ നമ്മുടെ കഴിച്ച. ഓരോ തുള്ളി കുടയിൽ നിന്നും 1000 കുട ഉയരുന്നു, അത് പടരുന്നു. അവർ രണാങ്കണത്തിൽ വെട്ടുന്നു. പിരാണ്ടായ അരിവാള് വളച്ച് പിടിയുണ്ടാക്കി, കൊടയുടെ മൂട്ടിൽ ചുറ്റിക കൊണ്ട് ചിറ്റുണ്ടാക്കി. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പണിത ചോര ചെങ്കുടയാണടാ ഇത്. ഇപ്പോ ഇതിന്റെ കമ്പിയെല്ലാം ഒടിഞ്ഞിട്ടുണ്ടാകും. പോയി PB ചെന്ന് കേസ് കൊടുക്കേ. പഴയ കേസ് കെട്ടൊക്കെ ഞാൻ എടുക്കണോ എട്ടുകാലി? എന്നെ കൊണ്ട് കേസെടുപ്പിക്കല്ലേ, പറഞ്ഞേക്കാം. മാന്യമഹാമഹതികൾ അറിയുന്നത് എന്തെന്നാൽ ബഹുമാനപ്പെട്ട മഹാനായ ഈ വിനീതൻ ഒരു മഹാസംഭവമാണ്. പുലിയാണ്, പുലി. ഏവൻ പുലിയാണ് കേട്ടാ, എട്ടുകാലിയുമാണ്. മന്ദമൂത്താപ്പ നിങ്ങൾ സംഭവം അറിഞ്ഞാ? ഇല്ല. എന്താ സംഭവം? നമ്മളെ പാറു പെറ്റു. സംശയിക്കില്ല, കുട്ടി നമ്മുടെ ആണ്. എന്താ നിശ്ചയം? ഇക്ക നിശ്ചയുണ്ട്, അതുകൊണ്ട് തന്നെ. എന്നാല് പാറും മനക്കലെ പിടിയാനാണ്. വെറുതല്ല ആൾക്കാർ നിങ്ങളെ എട്ടുകാലി മമ്മൂഞ്ഞേന്ന് വിളിച്ചത്. എല്ലാവരുടെ ആവശ്യങ്ങളും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയും. പക്ഷേ ഒരാളുടെ ആർത്തി പോലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഏതാ ഈ ചങ്ങായി? കണ്ടിട്ട് നല്ല പരിചയമുണ്ട്. ഓ പട്ടണത് 1000ന്റെ നോട്ടുമേലായിരിക്കും. യെസ്, യു ആർ കറക്റ്റ്. പിന്നെ മൂപ്പരെ ഇക്കൊരാശുണ്ട്. ആജീവനാന്തം മലപ്പുറത്തുനിന്ന് ജയിക്കണം, ഉപമുഖ്യനാവണം. ആർത്തി പാടില്ല. മന്ദം മുത്താപ്പ ഇവരുടെ ആർത്തി തൃപ്തിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അതിനായി ജനങ്ങൾ അരമുറുക്കണമെന്നും പട്ടിണി കിടക്കണമെന്നും അതിന് നിങ്ങൾ തയ്യാറാണ്. അല്ലാന്ന് ഉറക്കെ പറയാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇക്കൊന്നും
എനിക്കൊന്നും മനസ്സിലായില്ല. അനക്ക് വല്ലതും മനസ്സിലായോ? മനസ്സിലാവായിക വല്ലതുണ്ടോ? ഇപ്പൊ മനസ്സിലായി. എന്താ നിങ്ങക്ക് മനസ്സിലായത്? അനക്കൊന്നും മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. എല്ലാന്ന് നമ്മൾ ഇക്കുറി കഴിച്ചിലാവോ? എവിടുന്ന് കഴിച്ചിലാവണ കാര്യം ജീ പറയണത്? പാർലമെന്റ് അല്ലേ വരണത്? അത് കഴിച്ചിലാവും. ബിരിയാണിപ്പണി കേമല്ലേ? കേമാണെന്നോ? ബഹുകേമല്ലേ? അമേരിക്കൻ നെയ്യ് ഒഴിച്ച ബിരിയാണിയാണ് ഇക്കുറി സ്പെഷ്യല്. ഇവരല്ലേ നെയ്യ്? നല്ല ഫസ്റ്റ് ക്ലാസ് അമേരിക്കൻ നെയ്യ്. നെയ്യൊക്കെ ബെസ്റ്റാ. പറ്റുമെങ്കിൽ എത്ര കൈ കഴിക്കാനും കൈമന്ന് പോകൂല. വിഷമിക്കേണ്ട, അമേരിക്കൻ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ. പറഞ്ഞ് നാവെടുത്തില്ല. അതിന് മുമ്പേ സാധനം ഉണ്ടാക്കിയിട്ട് അതിന്റെ പരസ്യവും വന്ന്. ഈ അമേരിക്കക്കാര് വലിയ പാഹന്മാരാ. അതാണ് അമേരിക്ക. അതുകൊണ്ടാണല്ലോ ആണവ കരാറിൽ 8 കാരെയും ഓരോടൊപ്പം കൂടിയത്. മണ്ട മൂത്താപ്പ ചലച്ചാണ്ടിച്ച് പോയിക്കോളി. ഓൻ പോയി. ഇനി നമ്മൾ നിങ്ങളോടൊരു സീക്രട്ട് പറയാം. ഓൻ കേട്ടാ പറയും നമ്മൾ പുളു പറയാന്ന്. സത്യമായിട്ടുണ്ടായ സംഭവ. കഴിഞ്ഞ ആഴ്ച ഒബാമ നമ്മുടെ അടുത്ത് വന്ന്. ആ അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ബറാക്ക് ഒബാമ. ഓൻ വന്ന് എന്തിനാന്നോ? അതാണ് സംഭവം. അമേരിക്കയില് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാ. പോരാത്തതിന് ഇപ്പൊ -40 താഴേക്ക് മഞ്ഞും. കുടുങ്ങിയില്ലേ? അമേരിക്കന്റെ അടിയാധാരം പണയം വെച്ച് ഇച്ചിരി കായ് തരൂന്ന് ചോദിക്കാനാ ഒബാമ വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അമേരിക്കന്റെ പ്രശ്നങ്ങൾ വരെ തീർപ്പാക്കണത് ആരാ? അയ്യപ്പൻ കുഴിയപ്പൻ ആനക്കള്ളൻ. പ്രശ്നം തീർപ്പാക്കാര് വേറൊരു കൂട്ടര് വരുന്നുണ്ട്. അതാരാണ്ട? കൊടിയും ടൗസറും പിന്നെ കാരായി ബ്രദേഴ്സും. ഓലൊക്കെ ജയിലിൽ ചാടിയാ? ഓലല്ലാന്ന് ഓല മുതലാളിയെ ജീവിതത്തിൽ ചില സീക്രട്ടുകള് ഓരോട് പറയാനുണ്ട്. നിങ്ങൾ കേട്ടിക്കണോ കൂട്ടരെ? തൂറാ മുട്ടിയപ്പോ സമരം നിർത്തിയ കഥ ലോക ചരിത്രത്തിൽ തന്നെ അത് ആദ്യത്തെ സംഭവമാണ്. സോളാർ കേസും പറഞ്ഞ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ പോയ സഖാക്കന്മാർക്ക് തൂറാൻ മുട്ടിയപ്പോ സമരം നിർത്തി മണ്ടിക്കളഞ്ഞ്. കഴിഞ്ഞില്ലാന്ന് ക്ലിപ്പ് ഹൗസ് ഉപരോധിക്കാൻ പിന്നെയും പോയി തലസ്ഥാനത്തേക്ക്. എന്നിട്ടെന്തായി? പെണ്ണുങ്ങള് കുറ്റിച്ചൂലായിട്ട് റോട്ടുമൊക്കെ ഇറങ്ങിയപ്പോ തല മുണ്ടിട്ട് സഖാക്കള് പാഞ്ഞു കളിച്ചിരുന്ന്. ഉണ്ടാമ്പലും കൊള്ളാത്ത പാർട്ടി. മണ്ട മൂത്താപ്പ, എന്താ അനക്ക് ചാവാൻ തിരക്കായ? പിണങ്ങാറായിന്റെ BP കയറ്റിയ പിന്നത് 51 വെട്ടിലാ കലാശിക്ക. വേറൊരു സുക്കൂറാവാനാ എന്റെ പൂതി. ഇഡിയറ്റ്. എടാ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോരോ അഡ്ജസ്റ്റ്മെന്റുകളാ. TP കേസിൽ മോഹൻ മാഷ് ഊരിപ്പോന്നത് എങ്ങനാന്നാ നിന്റെ വിചാരം? അതൊക്കെ വലിയ സീക്രട്ടുകളാ. അതൊക്കെ റൂട്ടുമ്മൽ നിന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ഏതാ ഈ ചങ്ങായി? എടാ മമ്മൂന്, തന്റെ ആളുകൾക്ക് സ്റ്റഡി ക്ലാസ് പോരാ, വേണമെങ്കിൽ ജയരാജത്രയങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. ഇജ വരാന്റെ പോയിരുന്നോളി, വിളിക്കുമ്പോ വന്നാ മതി. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ്സാണ്. ആര് ഭരിച്ചാലും എനിക്ക് ബിസിനസ്സിൽ ലാഭം വേണം. മമ്മൂനെ, നമ്മുടെ മക്കൾക്ക് അമേരിക്കയിൽ പോയി പഠിക്കണം. കുടുംബത്തിലുള്ളവർക്ക് അമേരിക്കൻ ഹോസ്പിറ്റലിൽ ചികിത്സയും വേണം. അതിന് പൊതുഖജനാവിലെ പണം വേണം. പൊതുഖജനാവിലെ പണം പൊതുപ്രവർത്തകർക്കുള്ളതാണ്. അതിലാർക്കും സംശയം വേണ്ട. പിന്നെ ആഭരണങ്ങൾ, വീട്, കാറ്, ഷെയർ, ആഡംബരങ്ങൾ, ആഘോഷങ്ങൾ, അങ്ങനെ ഒരുപാട് ചെലവുകളുള്ളതല്ലേ. ആര് ഭരിച്ചാലും എനക്കും കിട്ടണം പണം. യെസ്, യു ആർ കറക്റ്റ്. ലാഭമില്ലാണ്ട് ആരെങ്കിലും ബിസിനസ് ചെയ്യോ? അല്ല പിന്നെ. ലാഭമാണ് പ്രധാനം. സംഘ സഖാക്കൾക്ക് കാവി സലാം. സഖാവേ,
നമ്മളൊരു സാധാരണക്കാരനാണ്. അതിന് ഞാൻ എന്തു വേണം? ഈ കൊടും തണുപ്പ് കാലത്ത് പോലും എനിക്ക് സ്വന്തമായിട്ട് ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ. തനിക്കൊരു ഷർട്ടെങ്കിലും ഉണ്ടല്ലോ. ത്രിപുരയിലെ സാധാരണക്കാരന് ഒരു കുപ്പായം പോലും ഇല്ലടോ. അത് ത്രിപുരയില് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതുകൊണ്ടാ സഖാവേ. ഏതാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്? ഞാൻ പറയുന്നതോ അതോ നിങ്ങളുടെ കണ്ണുകളെയോ? സത്യം എന്താണെന്ന് ഞാനങ്ങ് പറഞ്ഞു തരും. അത് നിങ്ങൾ വിശ്വസിക്കണം. ആ സത്യം വെറും തട്ടിപ്പാണെന്ന് കണ്ണുള്ള മനുഷ്യന്മാർക്കൊക്കെയും അറിയാൻ സഖാവേ. പക്ഷേങ്കില് സ്വന്തം കണ്ണും ബോധവും വിശ്വസിക്കരുതെന്നാണ് പാർട്ടിയിലെ. അതിന്റെ വഴിക്ക് പോയ മനുഷ്യന്മാര് ഒടുവിൽ സ്വന്തം കണ്ണ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ ഒന്നൊന്നായി തകരാൻ തുടങ്ങിയത്. പ്രിയമുള്ള നാട്ടുകാരെ, ഇവിടെ നടക്കുന്നത് ജനാധിപത്യമല്ല, ജനങ്ങളുടെ മേലുള്ള ആധിപത്യമാണ്. ജനാധിപത്യത്തില് ജനങ്ങൾക്കാണല്ലോ പരമാധികാരം. ഇവിടെ ഭരിക്കുന്നവർക്കാണ് സർവാധിപത്യം. നമ്മൾ പാർലമെന്റിൽക്കും അസംബ്ലിക്കും പഞ്ചായത്തിൽക്കും ഒക്കെ തെരഞ്ഞെടുത്ത് അയക്കുന്നവര് ജനങ്ങളുടെ പ്രതിനിധികളല്ല, മാഫിയ രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികളാണ്. അവരിൽ ഏറിയ പേരും ജനങ്ങളുടെ ചോര ഊറ്റിക്കുടിക്കുന്ന രക്തരക്ഷസുകളാണ്. മമ്മൂഞ്ഞെ, ഇവൻ ഒഞ്ചിയത്തുകാരനാണോ? ഓൻ അസല് മലപ്പുറത്തുകാരനാ. നാട്ടാരെ, നിങ്ങൾ കണ്ണൊന്ന് തുറന്നു പിടിക്കുക. മാറി മാറി നമ്മൾ ജയിപ്പിച്ച ഈ മാഫിയ രാഷ്ട്രീയക്കാർ നടത്തിയ വികസനത്തിന്റെ മായാവലയം ഒന്ന് വകഞ്ഞു മാറ്റുക. അപ്പോൾ നമുക്ക് കാണാനാവും നമ്മൾ മലപ്പുറത്തുകാരെ ഇവരെങ്ങനെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1969 ജൂൺ മാസം 16-ാം തീയതി അന്നാണ് മലപ്പുറം ജില്ല യാഥാർത്ഥ്യമായത്. അത് ശരിയാ. സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. EMSഉം മന്ത്രിസഭയും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ലീഗിന്റെ പഞ്ചായത്ത് ഫിഷറീസ് മന്ത്രിയായിരുന്ന അഹമ്മദ് കൂരിക്കളാണ് മലപ്പുറം ജില്ലാ പ്രഖ്യാപനം നടത്തിയത്. എട്ടുകാലി മമ്മിമാർ എല്ലാ നേട്ടങ്ങളും അവരുടെ കളത്തിലാക്കും. കുറുവ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PK ബാപ്പുട്ടിയാണ് മലപ്പുറം ജില്ല എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പക്ഷേങ്കില് മൂപ്പർ കളത്തിൽ പുറത്താവൂലും നിർത്തിക്കളഞ്ഞത്. കുട്ടി പാകിസ്ഥാൻ വേണ്ടെന്ന് കേളപ്പനും ജനസംഘവും അന്നേ പറഞ്ഞതാ. ആരും കേൾക്കാൻ വിഘടനവാദമാണ് വിഘടനവാദം. ഓലക്കന്റെ മൂട് നിർത്തുന്നുണ്ടോ സഖാവേ നിങ്ങളുടെ പോയത്തം പറച്ചില്? മലപ്പുറം ജില്ലയ്ക്ക് ശേഷം ഇടുക്കിയും വയനാടും കാസർഗോഡും പത്തനംതിട്ടയും ജില്ലകളായപ്പോൾ നിങ്ങളുടെ വിഘടനവാദ പ്രയോഗം എവിടെയായിരുന്നു? പ്രിയമുള്ള ഭരണക്കാര്, പ്രതിപക്ഷക്കാര്, ഉദ്യോഗസ്ഥരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവരോടും ഞങ്ങൾക്ക് വിനയത്തോടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. കേരളപ്പിറവിക്ക് ശേഷം സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ വന്നത് ഏത് മാനദണ്ഡമനുസരിച്ചാണ്? വിസ്തീർണമാണ് മാനദണ്ഡമെങ്കിൽ മലപ്പുറം ജില്ല 3-ാം സ്ഥാനത്താണ്. അത് കറക്റ്റാണ്. ജനസംഖ്യയാണ് മാനദണ്ഡമെങ്കിൽ മലപ്പുറം ജില്ല നമ്മുടെ സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്താണ്. അതും കറക്റ്റാണ്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുവേണ്ട എല്ലാ മേഖലകളിലും സംസ്ഥാനത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ജില്ലയാണ് മലപ്പുറം. ഈ ദുരവസ്ഥക്ക് ഒരു പരിഹാരമേയുള്ളൂ: മലപ്പുറം ജില്ല വിഭജിക്കുക. ഇതാണ് വിഘടനവാദം, സാക്ഷാൽ വിഘടനവാദം. മിണ്ടരുത്. മലപ്പുറം ജില്ലാ രൂപീകരണ കാലത്ത് വർഗീയവാദികൾക്കൊപ്പം നിങ്ങളെപ്പോലുള്ളവർ ഉറഞ്ഞു തുള്ളിയിരുന്നു. ഇനി ആ കളി മലപ്പുറത്ത് നടപ്പില്ല സഖാവേ. കാരണം മലപ്പുറത്തുകാർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങി. ഇനി ഞങ്ങളെ പറ്റിക്കാൻ പറ്റൂല. മലപ്പുറത്തിന്റെ ദുരവസ്ഥക്ക് ശാശ്വത പരിഹാരം ഒന്നു മാത്രമേയുള്ളൂ: തിരൂർ ആസ്ഥാനമാക്കി പുതിയൊരു ജില്ല രൂപീകരിക്കുക. ഇക്കഴിഞ്ഞ പാർട്ടി പ്ലീനത്തിൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ സഖാക്കൾ ജില്ലാ വിഭജനം വേണമെന്നും പറഞ്ഞേക്കാം. പക്ഷേ അതിന് പാർട്ടിയുടെ പിന്തുണ കിട്ടില്ല. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.
ഇതിൽ മമ്മൂഞ്ഞിന്റെ പാർട്ടിയുടെ നിലപാടാണ് പരമപ്രധാനം. മമ്മൂഞ്ഞെ ജില്ലാ വിഭജന ആശയം ഇറക്കിയിടില്ല, കേറി ഹൈജാക്ക് ചെയ്ത് സ്വന്തമാക്കിക്കോളാം. തരം പോലെ ഞങ്ങളും കൂടിക്കൊള്ളാം. മലപ്പുറം ജില്ലാ വിഭജനം വേണമെന്ന് ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട തങ്ങളാണ്. യുക്തമായ നേരത്തെ ശക്തമായ തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ് ലീഗ്. എട്ടുകാലി മമ്മൂഞ്ഞിമാർ അങ്ങനെയാണ്. എങ്ങനെ? സർപ്പങ്ങൾ മാളമുണ്ടാക്കാറില്ലല്ലോ. എന്നാലോ എല്ലാ മാളങ്ങളും സർപ്പത്തിന് അവകാശപ്പെട്ടതാണെന്ന് വാദിച്ചു കളയും. ജില്ലാ വിഭജനം ആവശ്യപ്പെട്ട് SDPI മലപ്പുറം ഹർത്താൽ നടത്തിയപ്പോഴല്ലേ സാഹിബേ നിങ്ങൾ ഈ പ്രശ്നം അറിഞ്ഞത് തന്നെ? എന്ന് പറയാൻ പറ്റൂല. നമ്മളിത് ഇന്റർനെറ്റ് വഴി അറിഞ്ഞതാ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ലീഗ് മലപ്പുറത്ത് ഉള്ളതുകൊണ്ടാ മലപ്പുറത്ത് വികസനങ്ങൾ ഉണ്ടായത്. എന്ത് ഒലക്കേല വികസന നിങ്ങൾ കൊണ്ടുവന്നത്? ഓനൊന്നും അറിഞ്ഞിട്ടില്ല, ഓൻ ഗൾഫിലായിരുന്നേ. എടാ, മഞ്ചേരി മെഡിക്കൽ കോളേജും തിരൂര് ഡയാലിസിസ് സെന്ററും പയ്യനാട്ട് സ്റ്റേഡിയം ഒക്കെ ലീഗ് കൊണ്ടുവന്ന വികസനങ്ങളാണ്. 20 കോടി ഉറുപ്പ്യ മലപ്പുറത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടല്ലേ സാഹിബേ നിങ്ങൾ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത്? ഗവർണറുടെ നയപ്രഖ്യാപന പ്രകാരം മെഡിക്കൽ കോളേജ് ഇല്ലാത്ത 8 ജില്ലകൾക്ക് കൂടി മെഡിക്കൽ കോളേജ് സർക്കാർ ചെലവിൽ അനുവദിച്ചു. തിരൂർ ജില്ല ഉണ്ടായിരുന്നെങ്കിൽ തിരൂരും ഒരു മെഡിക്കൽ കോളേജ് വരുമായിരുന്നു. പിന്നെ തിരൂര് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ, അതിനും പിരിച്ചു നാട്ടുകാരിൽ നിന്ന് 75 ലക്ഷം ഉറുപ്പ്യ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രകാരം കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും 20 ബെഡുള്ള ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ ഉത്തരവായിട്ടുണ്ട്. പക്ഷേങ്കില് നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട ഡയാലിസിസ് സെന്റർ തുടങ്ങിയത്. ഇനി പയ്യനാട്ട് സ്റ്റേഡിയം, അതിനും വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ ഓരോ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും 10 ഉറുപ്പ്യ വീതം പിരിച്ചിട്ടുണ്ട്. എന്നാലേ അതുപോലുള്ള സ്റ്റേഡിയം വയനാട്ടിലുണ്ടാക്കിയപ്പോ അത് സർക്കാർ ചെലവിലാ പണി കഴിപ്പിച്ചത്. മലപ്പുറത്ത് വികസനം വരണമെങ്കിൽ മലപ്പുറത്തുകാരിൽ നിന്ന് പണം പിരിച്ചെടുക്കണം. ഇവിടുന്ന് തെരഞ്ഞെടുത്ത അയച്ച MLA-മാരും മന്ത്രിമാരും ഒക്കെ എന്താ ചെയ്യുന്നത്? സർക്കാരിന്റെ ബോർഡ് വെക്കാനും മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനുള്ള വികസന പ്രവർത്തനങ്ങളാ ഓല് നടത്തണത്. ഓല് മലപ്പുറത്തുകാരെ പിഴിഞ്ഞിട്ടാണ് കൂട്ടരെ വികസനം കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിനൊരു ഓമനപ്പേരും മലപ്പുറം മോഡലെന്ന്. കാര്യങ്ങൾ അറിയാതെ ചറപറാന്ന് ചലക്കരുത്. എടാ, മലപ്പുറത്തെ കാര്യങ്ങൾ മാത്രം ഞമ്മക്ക് നോക്കി നടത്തിയാ മതിയാ? എന്തൊക്കെ 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. അതിന്റെ ഇടയിൽ സമുദായത്തിന്റെ കാര്യം കൂടി നോക്കണം. എടാ, ലീഗ് സമുദായത്തിനും വേണ്ടിയിട്ടാ നിലകൊള്ളുന്നത്. ലീഗ് ഇല്ലെങ്കിൽ സമുദായം ഇല്ലടോ. അതൊന്നും ഇജ്ജ് മറക്കരുത്. അത് തന്നെയാ ഞമ്മക്കും പറയാനുള്ളത്. എന്ത്? അനക്കെന്ത് ഒലക്കെ പറയാനുള്ളത്? ഒന്നും നിങ്ങൾ മറക്കരുത്. ലീഗ് സമുദായത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോ വനിതാ സംവരണ ബില്ലില് മുസ്ലിങ്ങൾക്ക് ഉപസംവരണം വേണമെന്ന് പറഞ്ഞ് ലല്ലു പ്രസാദ് യാദവും രാംവിലാസ് പാസ്വാനും പാർലമെന്റിൽ വാദിച്ചപ്പോ ലീഗ് MP-മാര് കസേല തണ്ടുമ്പോ തല വെച്ച് ഉറക്കം തൂങ്ങിയിരുന്നു. ബട്ട്ല ഹൗസ് ഏറ്റുമുട്ടൽ കൊലപാതകം അന്വേഷണം നടത്താൻ ഓരാവശ്യപ്പെട്ടോ? UAPA കരിനിയമം ചുമത്തി നിരപരാധികളായ 10,000-കണക്കിന് യുവാക്കളെ ജയിലിലിട്ട് പീഡിപ്പിക്കുമ്പോ അതിനെതിരെ UAPA വിരുദ്ധ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അമേരിക്കൻ ആയുധ കരാറില് മുസ്ലിം വിരുദ്ധമായി കോൺഗ്രസിന് ചൂട്ടുപിടിച്ചത് നിങ്ങളാണ്. ഇന്ദിരാ ആവാസ് യോജന ഭവന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ 47% സംവരണം ന്യൂനപക്ഷങ്ങൾക്ക് കൊണ്ടുവന്നപ്പോ 15% വെട്ടിക്കുറച്ചു. എന്നിട്ട് ഗൾഫ് പ്രവാസികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തി ബൈത്തുറഹ്മ എന്ന് പേരിട്ട് നിങ്ങൾ കളിക്കണ വൃത്തികെട്ട രാഷ്ട്രീയ കളി നമ്മക്ക് പിടികിട്ടി. നാട്ടാരിതൊന്നും തിരിച്ചറിയില്ലെന്നാണോ നിങ്ങൾ കരുതിയത്? ഇത് തിരിഞ്ഞ് കൊത്തിയില്ലേ? പാസാണ് സാജി അറിയണ്ടേന്. ഓൻ IB-യില് നല്ല പിടിപാടുള്ളയാളാ. വെറുതെ IB-ക്കാരുടെ ഇരയാകണ്ടടാ മണ്ടം മൂത്താപ്പ. നിങ്ങളെ കൂടെ നിൽക്കുമ്പോ നമ്മൾ മണ്ടം മൂത്താപ്പായിരിക്കും. പക്ഷേ നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു സാഹിബേ. നമ്മൾ മാത്രല്ല, മലപ്പുറത്തെ ജനത ഒന്നടങ്കം ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. പാസാണ് സാജിദിന്റെ IB ഒക്കെ നമ്മൾ കുറെ കണ്ടിക്കണ്. ഇനിയിപ്പോ നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? നമ്മളെ മൂക്ക് വലിച്ചു കയറ്റും. അളമുട്ടിയ ചേരം കടിക്കും സാഹിബേ. ഇലക്ഷനിലെ വരുന്നത് നിങ്ങളെപ്പോലുള്ള വോട്ട് തണ്ടികൾക്ക് ആട്ടുകൊടുക്കാനുള്ള ആർജവം മലപ്പുറത്തുകാർക്ക് ആട്ടുക തന്നെ ചെയ്യും. ആ മാതിരി ഓലപ്പാമ്പനെ കാണിച്ചുമ്പോ ഈ വിനീതനെ പേടിപ്പിക്കാൻ നിങ്ങൾ ആരും വിചാരിക്കണ്ട. മമ്മൂഞ്ഞെ,
ഇനി തന്റെ പാർട്ടിക്ക് മലപ്പുറത്ത് രക്ഷയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്റെ കൂടെ നിന്നവർ മറുകണ്ഠം ചാടുന്നത് കണ്ടില്ലേ? സഖാവേ, ഇത് ഓഞ്ചിയമല്ല, മലപ്പുറമാണ്, മലപ്പുറം. മമ്മൂഞ്ഞെ കുലംകുത്തികൾ പോയതുകൊണ്ട് കുലം മുടിയില്ല. താൻ പാനൂരുണ്ടായതറിഞ്ഞില്ലേ? നമോ വിചാർ മഞ്ച് ഞങ്ങൾക്കൊപ്പമാണ്. കാവി ചുവപ്പാകുന്ന കണ്ണൂർ മറിമായം. നിങ്ങളുടെ പാർട്ടിക്കും ഇതേ മോഡൽ ചിന്തിക്കാവുന്നതാണ്. എന്താ അതിന്റെ സീക്രട്ട്? അതാണ് ചാക്ക് രാഷ്ട്രീയം. ഓ, പാലക്കാട്ടെ ചാക്ക്, പ്ലീനം സ്പോൺസർ ചെയ്ത ആ പഴയ ചാക്ക്. അല്ലടോ, ചാക്കിട്ട് പിടുത്തം. അണികളെ ചാക്കിട്ട് പിടിക്കാനുള്ള കുറുക്കു വഴികൾ നോക്കിക്കോ. എലക്ഷനാ വരുന്നത്. ചാക്കിട്ട് പിടിക്കാൻ നമ്മള് പണ്ടേ ഉസാറാ. ഈ ചാക്കിട്ട് പിടുത്തം കണ്ടുപിടിച്ചത് തന്നെ ബഹുമാനപ്പെട്ട മഹാനായ എട്ടുകാലി മമ്മൂഞ്ഞെന്നെ. അയ്യപ്പൻ കുയ്യപ്പൻ ആനക്കള്ളൻ. പ്രിയമുള്ളവരെ, ഈ ചാക്ക് രാഷ്ട്രീയക്കാരുടെ കൂട്ടുകച്ചവടത്തിനെതിരെ പുതിയൊരു തലമുറ ഉണർന്നു കഴിഞ്ഞു. പ്രിയമുള്ള നാട്ടുകാരെ, ചിന്താശേഷി മരവിച്ചിട്ടില്ലാത്ത, മസ്തിഷ്കം പണയപ്പെടുത്തിയിട്ടില്ലാത്ത മലപ്പുറത്തുകാരെ, മലപ്പുറം എന്ത് നേടി? മലപ്പുറം ഒന്നും നേടിയില്ല. നമ്മൾ മലപ്പുറത്തുകാർ ഇതുവരെ വഞ്ചിക്കപ്പെടുകയായിരുന്നു. കഥയറിയാതെ രാഷ്ട്രീയക്കാരുടെ ആട്ടം കാണുകയായിരുന്നു. എട്ടുകാലി മമ്മൂഞ്ഞുമാന്റെ പേക്കൂത്തുകൾക്ക് ചൂട്ടുകാട്ടുകയായിരുന്നു. ഇനി നമ്മളെ അതിന് കിട്ടൂല. നമ്മുടെ നാടിന് അർഹമായതൊക്കെ നേടിയെടുക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വരിക, സമരനിലങ്ങളിൽ സൂര്യതേജസ് തീർക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. തിരൂർ ജില്ലക്ക് സ്വാഗതം എന്ന് അധികാരികൾ പറയും വരെ അവസാനത്തെ മലപ്പുറത്തുകാരനും വീട്ടിൽ പോകാതെ തെരുവിൽ ഒരു നിൽപ്പുണ്ട്. അതാണ് അന്തിമ സമരം. ആ സമരക്കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഒളിയംകൊട്ട തീരദേശം മുതൽ കാളിക്കാവിലെ മലമ്പ്രദേശങ്ങൾ വരെ ജനങ്ങൾ പോരാട്ടത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കൂട്ടരെ, ഈ സമരം മലപ്പുറത്തിന്റെ ഹൃദയമിടിപ്പാണ്. മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല എന്ന് ലക്ഷ്യം കാണുന്നത് വരെ പോരാടുക. പുതുയുഗ രാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ അതിലൊരു വെള്ളി